എനിക്ക് അദ്ദേഹം ഏറ്റവും നല്ല മാർക്കാണ് തന്നിരിക്കുന്നത് 100-ൽ 2. ആ 2 പറയുന്നത് വലിയൊരു നിമിത്തമായി മാറി. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് എനിക്ക് ആദ്യത്തെ 2 നാഷണൽ അവാർഡുകൾ കിട്ടുന്നത്. വളരെ എൻ്റെ ഈ 47 വർഷത്തെ സിനിമാ ജീവിതത്തിലെ 13ഓളം സിനിമകളാണ് ഞാൻ ഷിബയുമായിട്ട് ചെയ്തിരിക്കുന്നത്. മുത്താരംകുന്ന് പിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് എനിക്കിപ്പം പറയേണ്ട കാര്യമല്ല. പക്ഷേ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കഥാപാത്രങ്ങൾ തന്ന സംവിധായകനാണ് ഷിബി. ഇപ്പം നമ്മൾ ഓർക്കുന്നു, ഒരുപാട് പേരെ ഞാൻ ഓർക്കുന്നു. ലോഹിതദാസിനെ ഈ സമയത്ത് ഓർക്കുന്നു, നെടുമുടി വേണുചേട്ടനെ ഓർക്കുന്നു, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ, മുരളി, എത്രയോ പേരെ. എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പ്രത്യേക മിഴിവ് ഷിബിയുടെ സിനിമകളിലുണ്ടാകും. ഏത് സിനിമയാണ് മോശം എനിക്ക് പറയാറില്ല. കിരീടം എന്നുള്ള സിനിമയായാലും, ചെങ്കോല്, ദേവദൂതൻ, സദയം. താങ്ക് യു എല്ലാവർക്കും വീണ്ടും താഴെ. മലയാള സിനിമ ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ അവാർഡാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും എതിർപ്പ് വന്നിട്ട് അത് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ രണ്ടും എൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് സംവിധായകനായിട്ട് പുറത്തു വന്ന സിനിമയാണ് എടുക്കാനുള്ള സ്വപ്നങ്ങൾ. അപ്പോൾ അവിടെ മമ്മൂട്ടിക്ക് സിനിമ ഒരു ഭ്രാന്തായിരുന്നു. അദ്ദേഹം അക്കാലത്ത് അനുഭവങ്ങൾ പഠിച്ചവർ പല സിനിമകളിലും ഒരു ആൾക്കൂട്ടത്തിൽ അഭിനയിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് തനിയാവർത്തനം. അതിനകത്തുള്ളൊരു പ്രസക്തി എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലെല്ലാം തന്നെ തമാശ ചിത്രങ്ങൾ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. പെട്ടെന്ന് സീരിയസ് ആയിട്ട് ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രം എന്നെ തേടി സിബി. പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണത്. ശിവചേട്ടൻ്റെ ആദ്യത്തെ ചിത്രത്തിൽ നായിക